നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസംബർ 8 മുതൽ 14 വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി മേടക്കൂറ്. തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന സമയമാണ് മേടക്കൂറുകാർക്ക് ഈ വാരം. തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ, വാക്തർക്കങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കാണാൻ സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാകും. ശത്രുതാ മനോഭാവങ്ങൾ സൃഷ്ടിക്കപ്പെടാം. കുടുംബത്തിലോ മറ്റോ തൊഴിലിടങ്ങളിലോ തെറ്റിദ്ധാരണകളോ പ്രശ്നങ്ങൾക്കോ സാധ്യതയുണ്ട്. ആയതിനാൽ വാക്കിലും സംസാരത്തിലും മിതത്വം പാലിക്കാൻ ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ജീവിതശൈലി രോഗങ്ങളുള്ളവർ ജാഗ്രത പുലർത്തുക. ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ഈ വാരം സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ധനപരമായി ഉന്നതി, സാമ്പത്തിക നേട്ടം, ബിസിനസ്സിൽ നിന്ന് ലാഭം എന്നിവ ഉണ്ടാകാം. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. വാക്കിലും സംസാരത്തിലും മിതത്വം പാലിക്കുക. തൊഴിലിടങ്ങളിലും ജാഗ്രത പുലർത്തേണ്ട വാരമാണ്. മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് ഈ വാരം തൊഴിൽ, കർമ്മ മേഖലയിൽ നിന്ന് നേട്ടം, ഭാഗ്യാനുഭവങ്ങൾ, സാമ്പത്തിക ഗുണം എന്നിവ ലഭിക്കാം. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാം. കടബാധ്യതകളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ശത്രുതാ മനോഭാവങ്ങൾക്കോ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ആയതിനാൽ ഏറെ കരുതലെടുക്കേണ്ടതാണ്. യാത്രകളിൽ ശ്രദ്ധിക്കുക. വാഹനയാത്രകളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. അപകട സാധ്യതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കർക്കിടകക്കൂറ്. സാമ്പത്തിക കാര്യങ്ങളിൽ കരുതലെടുക്കേണ്ട വാരമാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾക്കോ കടബാധ്യതകൾക്കോ ധനനഷ്ടം സംഭവിക്കാനോ ധനച്ചിലവ് വർദ്ധിക്കാൻ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ധനപരമായ വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. ബാങ്കിംഗ് മേഖല, ബിസിനസ് എന്നിവയിൽ ജോലി ചെയ്യുന്നവർ ഏറെ കരുതലെടുക്കണം. യാത്രകളിൽ കരുതലെടുക്കേണ്ടതാണ്. വീഴ്ച, പരിക്ക് എന്നിവയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തുക. ചിങ്ങക്കൂറ്. സാമ്പത്തിക വിഷയങ്ങളിൽ കരുതലെടുക്കേണ്ട വാരമാണ് ചിങ്ങക്കൂറുകാർക്ക്. ചിലവുകൾ വർദ്ധിക്കാനും ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. സംസാരത്തിലും വാക്കിലും ജാഗ്രത പുലർത്തേണ്ടതാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ ശത്രുതാ മനോഭാവങ്ങൾ, വാക്തർക്കങ്ങൾ, തെറ്റിദ്ധാരണകൾ, കലഹ സാധ്യത എന്നിവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അലർജി പോലുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകാം. യാത്രാവേളകളിൽ ശ്രദ്ധിക്കുക. വാഹനയാത്രകളിൽ ഏറെ കരുതലെടുക്കുക. കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് ഈ വാരം കുടുംബാംഗങ്ങൾക്കിടയിലോ മറ്റോ ശത്രുതാ മനോഭാവങ്ങൾ ഉണ്ടായേക്കാം. സംസാരത്തിൽ ഏറെ കരുതലെടുക്കണം. സമൂഹത്തിൽ ഇടപെടുന്നവർ, പൊതുപ്രവർത്തകർ എന്നിവർ ജാഗ്രത പുലർത്തേണ്ട വാരമാണ്. വാഹനയാത്രകളിൽ കരുതലെടുക്കുക. ദീർഘദൂര യാത്രകളിലും ഒറ്റയ്ക്കുള്ള യാത്രകളിലും ജാഗ്രത പുലർത്തേണ്ട വാരമാണ് കന്നിക്കൂറുകാർക്ക്. തുലാക്കൂർ. കർമ്മ, തൊഴിൽ മേഖലയിൽ നിന്ന് ഗുണം, നേട്ടം, പുരോഗതി, സാമ്പത്തികമായി ഗുണാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകും. ബിസിനസ്സിൽ നിന്ന് ലാഭം, പുരോഗതി എന്നിവ ഉണ്ടായേക്കാം. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ കരുതലെടുക്കുക. സംസാരം, വാക്ക്, പ്രവൃത്തി എന്നിവയിൽ കരുതലും ജാഗ്രതയും പുലർത്തേണ്ട വാരമാണ് തുലാക്കൂറുകാർക്ക്. കുടുംബത്തോ പൊതു ഇടങ്ങളിലോ ശത്രുതാ മനോഭാവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തണം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ENT സംബന്ധമായ രോഗാവസ്ഥകൾ, അലർജി എന്നിവയ്ക്കും സാഹചര്യമുള്ള സമയമാണ്. വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരം കർമ്മ, തൊഴിൽ മേഖലയിൽ പ്രവർത്തനത്തിൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ്. വാക്ക്, സംസാരം, പ്രവൃത്തി എന്നിവയിൽ കരുതലെടുക്കുക. കുടുംബത്തിൽ പ്രശ്നങ്ങളോ വാക്തർക്കങ്ങളോ മറ്റോ ഉണ്ടായേക്കാം. വാഹനയാത്രകളിൽ ശ്രദ്ധിക്കുക. അപകടാവസ്ഥകൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ട വാരമാണ് വൃശ്ചികക്കൂറുകാർക്ക്. ധനുക്കൂറ്. ധനുക്കൂറുകാർക്ക് ഈ വാരം കർമ്മപ്രവൃത്തി മേഖലയിൽ നിന്ന് ഗുണം, നേട്ടം എന്നിവ ഉണ്ടാകും. സാമ്പത്തികമായി ഗുണാനുഭവങ്ങൾ ഉണ്ടായേക്കാം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. വാഹനയാത്രകളിൽ കരുതലെടുക്കുക. വീഴ്ച, പരിക്ക്, അപകടാവസ്ഥകൾ
എല്ലുകൾക്ക് ക്ഷേതം എന്നിവ സംഭവിക്കാനും സാധ്യതയുണ്ട്. BP സംബന്ധമായ രോഗാവസ്ഥകൾ ഉണ്ടായേക്കാം. ആയതിനാൽ റെഗുലർ ചെക്കപ്പ്, മെഡിസിൻ എന്നിവയിൽ മുടക്കം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വാരമാണ്. മകരക്കൂറ്. മകരക്കൂറുകാർക്ക് ഈ വാരം കർമ്മപ്രവൃത്തി, തൊഴിൽ മേഖലയിൽ നിന്ന് ഗുണം, നേട്ടം എന്നിവ ഉണ്ടാകും. ബിസിനസ്സിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടായേക്കാം. സാമ്പത്തികമായി ലാഭം, പുരോഗതി എന്നിവ ലഭിക്കാം. വിദേശത്ത് ജോലി ലഭിക്കാനും സാധ്യതയുണ്ട്. യാത്രകൾ ഉണ്ടാകാം. ഉദര സംബന്ധമായ രോഗാവസ്ഥകൾ ഉണ്ടായേക്കാം. ആഹാരകാര്യത്തിലും ഭക്ഷണകാര്യത്തിലും കരുതലെടുക്കുക. കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് ഈ വാരം സാമ്പത്തികമായി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കർമ്മ, തൊഴിൽ മേഖലയിൽ നിന്ന് ഗുണം, നേട്ടം, ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. വാക്ക്, സംസാരം, പ്രവൃത്തി എന്നിവയിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ട വാരമാണ് കുംഭക്കൂറുകാർക്ക്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. കോടതി വ്യവഹാരങ്ങളോ മറ്റോ ഉണ്ടായേക്കാം. യാത്രകൾ ഉണ്ടാകാം. യാത്രാവേളകളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. മീനക്കൂറ്. മീനക്കൂറുകാർക്ക് സാമ്പത്തിക വിഷയങ്ങളിൽ കരുതലെടുക്കേണ്ട വാരമാണ്. അനാവശ്യമായ ചിലവ് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ശത്രുതാ മനോഭാവങ്ങൾ ഉണ്ടായേക്കാം. വാക്ക്, സംസാരം, പ്രവൃത്തി എന്നിവയിൽ ജാഗ്രത പുലർത്തേണ്ട വാരമാണ് മീനക്കൂറുകാർക്ക്. കുടുംബത്തിൽ വാക്തർക്കങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. അലർജി, ആന്തരിക അവയവങ്ങൾക്ക് രോഗങ്ങൾ, രോഗലക്ഷണങ്ങളോ മറ്റോ ഉണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുക. കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഷെയർ ചെയ്യൂ.